നമസ്കാരം, ന്യൂസ് യാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ പുതിയ ബ്ലഡ് സെന്ററിന്റെ പ്രവർത്തനത്തിന് തുടക്കമായി. HSLM-ലെ ബ്ലഡ് സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അത്യാധുനിക സൗകര്യങ്ങളോടെയാണ് സെന്ററിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സമിതിയെ നിയോഗിക്കണമെന്നതടക്കമുള്ള ആവശ്യങ്ങളുമായി ജോയിന്റ് കൗൺസിലിന്റെയും LSG എംപ്ലോയീസ് ഫെഡറേഷൻ കേരള ടൗൺ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഹരിദാസ് സിറവങ്കര ധർണയുടെ ഉദ്ഘാടനം നടത്തി. സഹകരണ പ്രസ്ഥാനങ്ങളെ തകർക്കുന്ന സമീപനമാണ് കേന്ദ്രം ഭരിക്കുന്ന മോദി സർക്കാർ സ്വീകരിക്കുന്നതെന്ന് CITU ആലപ്പുഴ ജില്ലാ സെക്രട്ടറി പി ഗാനകുമാർ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സഹകാരികളും സഹകരണ ജീവനക്കാരുടെയും നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മാർച്ചിന്റെയും പ്രതിഷേധ ധർണയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നെഹ്റു ട്രോഫി വള്ളംകളിക്ക് മുന്നോടിയായി പബ്ലിസിറ്റി കമ്മിറ്റി സംഘടിപ്പിച്ച വള്ളംകളി കമന്ററി മത്സരം HSLM-ലെ ഉദ്ഘാടനം ചെയ്തു. വള്ളംകളിയുടെ ചരിത്രം പുതുതലമുറയ്ക്ക് പകർന്നു നൽകുന്നതിൽ കമന്ററി മത്സരത്തിനും വലിയ പങ്കുണ്ടെന്ന് MLA. വാർത്തകൾ വിശദമായി. ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ പുതിയ ബ്ലഡ് സെന്ററിന്റെ പ്രവർത്തനത്തിന് തുടക്കമായി. HSLM-ലെ ബ്ലഡ് സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അത്യാധുനിക സൗകര്യത്തോടെയാണ് സെന്ററിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ പുതിയ ബ്ലഡ് സെന്ററിന്റെ പ്രവർത്തനത്തിന് തുടക്കമായി. HSLM-ലെ ബ്ലഡ് സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പൂർത്തിയാക്കി തരികയും ചെയ്തു. അവിടെ നമ്മളത് ഉദ്ഘാടനം ചെയ്ത് അകത്ത് കയറിയപ്പോൾ നമുക്ക് അതിൻ്റെ സൗകര്യം പൊതുവെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. നമ്മുടെ ആശുപത്രിയിൽ ബ്ലഡ് ബാങ്ക്, ബ്ലഡ് സെന്റർ എന്നാണ് നിങ്ങളിവിടെ പേര് അതിനകത്ത് ഇത്തിരി വ്യത്യാസപ്പെടുത്തി കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ കാര്യം എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു സെപ്പറേഷൻ ചെയ്ത് കൊടുക്കാൻ കഴിയുന്ന സൗകര്യം കൂടി ഉള്ളിടത്തായിരിക്കും അങ്ങനെ പറയുക, അല്ലേ? അങ്ങനെയാണ് പറയുക. ബ്ലീഡിങ്ങയിൽ മാത്രമല്ല, ബ്ലഡ് എടുത്ത് അത് RBCയും പ്ലാസ്മയും പ്ലേറ്റ്ലെറ്റും എല്ലാം വേർതിരിച്ച് പല കമ്പോണൻ്റായിട്ട് വേർതിരിച്ചിട്ട് അത് രോഗികൾക്ക് ആവശ്യമായി നൽകാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു വളരെ വിപുലമായൊരു സംവിധാനമാണ്. അതിൻ്റെ ചുമതല ഡോക്ടറോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരേ സമയം 300 ബ്ലഡ് പാക്കറ്റ് നമുക്കവിടെ അവിടെ സെപ്പറേറ്റ് ചെയ്ത് സൂക്ഷിക്കാനുള്ള സൗകര്യമുണ്ട്. അത്രയും മെഷീൻസ് അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ പ്ലാസ്മ സൂക്ഷിക്കുന്നതിൽ പറഞ്ഞത് 10 വർഷം വരെ കേടുകൂടാതെ 10 വർഷം വരെ അത് വേർതിരിച്ച് സൂക്ഷിക്കാൻ കഴിയുന്ന അത്രയും കപ്പാസിറ്റിയുള്ള അൾട്രാ സ്റ്റോറേജ്, അല്ലേ അതിൻ്റെ പേര്? ആ മെഷീൻ്റെ ആണോ? അദ്ദേഹം ഇല്ലല്ലേ, പോയി. അതിനെയാണ്. അപ്പോൾ ആ സൗകര്യമുള്ള ഒരു എക്യുപ്മെന്റ്സ് വരെ അവിടെയുണ്ട്. കുറഞ്ഞ ചെലവിൽ സാധാരണക്കാർക്ക് ചികിത്സ ലഭ്യമാക്കുന്നതിന് ആധുനിക സൗകര്യങ്ങളോടെയാണ് സെന്റർ ഒരുക്കിയിട്ടുള്ളത്. 300 ബ്ലഡ് പാക്കറ്റ് വരെ ഒരേ സമയം സൂക്ഷിക്കുവാനും പ്ലാസ്മ വേർതിരിച്ച് 10 വർഷം വരെ കേടുകൂടാതെ സൂക്ഷിക്കുവാനും സാധിക്കും. പൊതുമരാമത്ത് വകുപ്പ് 65 ലക്ഷത്തോളം രൂപ മുടക്കിയാണ് കെട്ടിടം നിർമ്മിച്ചത്. നഗരസഭയുടെ ഫണ്ടും ഇതിനായി ചെലവഴിച്ചിട്ടുണ്ടെന്ന് MLA പറഞ്ഞു. രക്തത്തിലെ ഘടകങ്ങൾ വേർതിരിച്ച് രോഗികൾക്ക് ആവശ്യമായ RBC, പ്ലാസ്മ, പ്ലേറ്റ്ലെറ്റ് എന്നിവ ലഭ്യമാക്കുന്നതിനുള്ള സംവിധാനവും 18 വയസ്സിന് മുകളിലുള്ളവർക്ക് രക്തം ദാനം ചെയ്യുവാനുള്ള സൗകര്യവും ബ്ലഡ് ബാങ്ക് ലിങ്കേജ് സംവിധാനവും സെന്ററിൽ ഒരുക്കിയിട്ടുണ്ട്. 70 ലക്ഷം രൂപയിലധികം വില വരുന്ന റെഫ്രിജറേറ്റർ, സെന്റർഫ്യൂജ്, -40 ഡിഗ്രി സെന്റിഗ്രേഡിൽ താഴെ രക്തം സൂക്ഷിക്കാനാകുന്ന വെർട്ടിക്കൽ പ്ലാസ്മ ഫീറ്റർ തുടങ്ങി അത്യാധുനിക സംവിധാനമടക്കം സെന്ററിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ആലപ്പുഴ ഗവൺമെന്റ് നഴ്സിംഗ് സ്കൂളിന് സമീപമാണ് സെന്റർ പ്രവർത്തിക്കുക. സംസ്ഥാന എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയിൽ നിന്നാണ് സെന്ററിലേക്ക് ആവശ്യമായ യന്ത്രോപകരണങ്ങൾ ലഭ്യമാക്കിയത്. 2 കോടിയിൽ പരം രൂപയാണ് ആകെ ചെലവ്. ഉദ്ഘാടന സമ്മേളനത്തിൽ നഗരസഭാ അധ്യക്ഷ KK ജയമ്മ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ AS കവിത, നസീർ പുന്നക്കൽ, കൗൺസിലർമാരായ PS ഫൈസൽ, B നസീർ, ജനറൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ R സന്ധ്യ, ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ K വേണുഗോപാൽ, ബ്ലഡ് ബാങ്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷമീർ, ഗ്യാസ്ട്രോ എൻട്രോളജി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഉണ്ണി, നഴ്സിംഗ് സൂപ്രണ്ട് P റസി, ലേ സെക്രട്ടറി M ലക്ഷ്മി, സ്റ്റോർ സൂപ്രണ്ട് RS ബിജു, മുൻ കൗൺസിലർ MV ഹൽത്താഫ്, HMC അംഗങ്ങൾ, നഴ്സുമാർ, മറ്റുദ്യോഗസ്ഥർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സമിതിയെ നിയോഗിക്കണമെന്നതടക്കമുള്ള ആവശ്യങ്ങളുമായി ജോയിന്റ് കൗൺസിലിന്റെയും LSG എംപ്ലോയീസ് ഫെഡറേഷൻ ആലപ്പുഴ ടൗൺ മേഖലാ കമ്മിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജോയിന്റ് കൗൺസിൽ ആൻഡ് കേരള LSG എംപ്ലോയീസ് ഫെഡറേഷൻ ആലപ്പുഴ ടൗൺ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി.
തദ്ദേശ വകുപ്പിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സമിതിയെ നിയമിക്കുക, മുനിസിപ്പൽ ജീവനക്കാരുടെ പെൻഷൻ ട്രഷറിയിൽ നിന്നും നൽകുക, വിഇഒമാരുടെ പ്രൊമോഷൻ നടപ്പിലാക്കുക, സ്ഥലമാറ്റങ്ങളും പ്രൊമോഷനും കെ-സ്മാർട്ടിലെ HRMS വഴി നടപ്പിലാക്കുക, പ്രതികാര ബുദ്ധിയോടുകൂടിയുള്ള അച്ചടക്ക നടപടികൾ അവസാനിപ്പിക്കുക, പഞ്ചായത്തിൽ നിന്നും മറ്റിടങ്ങളിലേക്ക് സ്ഥലം മാറ്റുന്നവരെ താൽക്കാലിക ജീവനക്കാരാക്കുന്ന രീതി അവസാനിപ്പിക്കുക, സെക്രട്ടറി തസ്തികയിലെ നേരിട്ടുള്ള നിയമനം അവസാനിപ്പിക്കുക, ജോലിഭാരത്തിനനുസൃതമായി തീർപ്പാക്കലുകൾക്ക് സമയം അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. നേരത്തെ ജില്ലാ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നിന്നും ആരംഭിച്ച മാർച്ച് നഗരസഭ ശതാബ്ദി മന്ദിരത്തിന് മുന്നിൽ അവസാനിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ ധർണ ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഹരിദാസ് ഇറവങ്കര ഉദ്ഘാടനം ചെയ്തു. ഏകീകൃതമായിട്ടുള്ള ഒരു സംയോജനവും ചട്ടങ്ങളുടെ ഏകീകരണവും ചട്ടങ്ങൾ സ്വാഭാവികമായും ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾക്ക് 5 വകുപ്പുകളുടെ വ്യത്യസ്തമായിട്ടുള്ള ചട്ടങ്ങൾ ഒരു തടസ്സമാകരുത് എന്ന് ഗവൺമെന്റ് ചിന്തിച്ചപ്പോഴാണ് 5 വകുപ്പുകളിലായി പണിയെടുത്തുകൊണ്ടിരുന്ന 30,000-ഓളം ജീവനക്കാർ ഇന്ന് സംസ്ഥാന സിവിൽ സർവീസിലെ ഏകീകൃത വകുപ്പാവുകയും സംസ്ഥാനത്തെ ഏറ്റവും വലിയ വകുപ്പായി തദ്ദേശ സ്വയംഭരണ സർവീസ് മാറ്റപ്പെടുകയും ചെയ്തു. കേൾക്കുമ്പോൾ വളരെ നയനമനോഹരം, മോഹന സുന്ദരം എന്നൊക്കെ നമുക്ക് തോന്നും. ഞാനിത് സൂചിപ്പിക്കാൻ കാരണം ജോയിന്റ് കൗൺസിൽ ജില്ലാ സെക്രട്ടറി VS സൂരജ് ധർണയ്ക്ക് സ്വാഗതം പറഞ്ഞു. P സുരേഷ്, M അനിൽകുമാർ, C സുരേഷ്, ധന്യ പൊന്നപ്പൻ, VI ജോയി, CR കിഷോർ കുമാർ, ജയചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. VD അബു, ശ്രീകുമാർ, S ഷഹീർ, ശുഭ, സജി രാജൻ, രഘുലാൽ, പത്മകുമാർ, L സുനി, സീമ എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി. സഹകരണ പ്രസ്ഥാനങ്ങളെ തകർക്കുന്ന സമീപനമാണ് കേന്ദ്രം ഭരിക്കുന്ന മോദി സർക്കാർ സ്വീകരിക്കുന്നതെന്ന് CITU ആലപ്പുഴ ജില്ലാ സെക്രട്ടറി P ഗാനകുമാർ അഭിപ്രായപ്പെട്ടു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സഹകാരികളും സഹകരണ ജീവനക്കാരുടെയും നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മാർച്ചിന്റെയും പ്രതിഷേധ ധർണയുടെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആലപ്പുഴ കണ്ണൻ വർക്കി പാലത്തിന് സമീപം പാസ്പോർട്ട് ഓഫീസിന് മുന്നിലായിരുന്നു പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. സഹകരണം സംസ്ഥാന വിഷയങ്ങളുടെ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് തകർക്കാൻ ശ്രമിക്കുന്ന തെറ്റായ നയങ്ങൾ തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിലെ സഹകരണ ജീവനക്കാരുടെ കരുത്തുറ്റ സംഘടനയായ എല്ലാ കോർപ്പറേറ്റുകളും നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന പ്രക്ഷോഭ സമരങ്ങളുടെ ഭാഗമായി സഹകരണ പ്രസ്ഥാനങ്ങളെ തകർക്കുന്ന സമീപനമാണ് കേന്ദ്രം ഭരിക്കുന്ന മോദി സർക്കാർ സ്വീകരിക്കുന്നതെന്ന് CITU ആലപ്പുഴ ജില്ലാ സെക്രട്ടറി P ഗാനകുമാർ അഭിപ്രായപ്പെട്ടു. സഹകരണം സംസ്ഥാന വിഷയം, കേന്ദ്ര സർക്കാരിന്റെ കടന്നുകയറ്റം അവസാനിപ്പിക്കുക എന്ന മുദ്രാവാക്യമുയർത്തി സഹകാരികളും സഹകരണ ജീവനക്കാരുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിഷ്കർഷിക്കുന്ന കാര്യങ്ങളും അംഗീകരിച്ചിട്ടുള്ള കാര്യങ്ങളും കൃത്യമായി ലംഘിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന മോഡി സർക്കാരിന്റെ ഒരു കാടത്തം നടന്ന നിലപാടാണ് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനവും രാജ്യത്തെ സഹകരണ പ്രസ്ഥാനത്തെയും തകർക്കാൻ വേണ്ടി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ചില നീക്കങ്ങൾ നടത്തുന്നത്. അതിന്റെ ഭാഗമായി നമ്മുടെ ഭരണഘടന 97-ാം വകുപ്പുമായി ബന്ധപ്പെട്ട ഭേദഗതി വന്നപ്പോൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പരാമർശിക്കപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ച് പുഷ്പരാജ് ഇവിടെ വിശദീകരിച്ചു. ഞാൻ അതിലേക്ക് പോകുന്നില്ല. നമ്മുടെ സംസ്ഥാനത്തെ സഹകരണ പ്രസ്ഥാനം 125 വർഷക്കാലത്തെ പാരമ്പര്യമുള്ളതാണ്. ആലപ്പുഴ കണ്ണൻ വർക്കി പാലത്തിന് സമീപം പാസ്പോർട്ട് ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച ധർണയിൽ VS പുഷ്പരാജ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി മനു ദിവാകരൻ സ്വാഗതം പറഞ്ഞു. R രവീന്ദ്രൻ, KS ജയപ്രകാശ്, S പ്രിയ, കുഞ്ഞുമോൻ, R ബിജു, നവീൻ, PG ഗിരീഷ്, R ശ്രീകുമാർ, അജി മാത്യു എന്നിവർ സംസാരിച്ചു. ഇതേ ആവശ്യമുന്നയിച്ച് രാജ്ഭവന്റെ മുന്നിലേക്കും മറ്റ് ജില്ലാ കേന്ദ്രങ്ങളിലെ കേന്ദ്ര സർക്കാർ ഓഫീസിന് മുന്നിലേക്കും നടത്തുന്ന പ്രതിഷേധ മാർച്ചിന്റെയും ധർണയുടെയും ഭാഗമായിട്ടാണ് ആലപ്പുഴ പാസ്പോർട്ട് ഓഫീസിലേക്കും മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. നെഹ്റു ട്രോഫി വള്ളംകളിക്ക് മുന്നോടിയായി പബ്ലിസിറ്റി കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വള്ളംകളി കമന്ററി മത്സരം സംഘടിപ്പിച്ചു. H സലാം MLA കമന്ററി മത്സരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നെഹ്റു ട്രോഫി വള്ളംകളിക്ക് മുന്നോടിയായി പബ്ലിസിറ്റി കമ്മിറ്റി സംഘടിപ്പിച്ച വള്ളംകളി കമന്ററി മത്സരം H സലാം MLA ഉദ്ഘാടനം ചെയ്തു. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ചരിത്രം പുതിയ തലമുറയ്ക്ക് പകർന്നു നൽകുകയാണ് കമന്ററി വഴി ചെയ്യുന്നതെന്ന് H സലാം അഭിപ്രായപ്പെട്ടു. അത് ഭാഷാപരമായ പ്രാവീണ്യം കൂടി കരസ്ഥമാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിലേക്ക് വരുമ്പോൾ നിശ്ചയമായിട്ടും അത്തരം സാധ്യത കൂടി കുറച്ചുകൂടി വലുതാണ്.
അപ്പൊ ആ നിലയിൽ തന്നെ നിശ്ചയമായും നിങ്ങൾ ട്രെയിൻ ചെയ്താൽ നമുക്ക് നാളെ ഇവിടെ ദിവസത്തേക്ക് കുറെ പേരുടെ പേരുള്ളത് വീടിയും ഒക്കെ തന്നെ നമ്മൾ കൊണ്ടുകൊണ്ടേക്ക് ഇങ്ങനെ ശീലിച്ചവരാണ് സോമനിയവർ ഇങ്ങനെ ഒരുപാട് പേരുടെ ഒരു നില തന്നെ ഇങ്ങനെ രൂപപ്പെടുത്തി എടുത്തവരുണ്ട്. അത് എക്സ്പീരിയൻസിന്റെ ഭാഗമായിട്ട് അവർ രൂപപ്പെട്ടു വന്നിട്ടുള്ളതാണ്. നിശ്ചയമായും അത്തരം പേരുകാരിൽ പറയുന്ന പോലെ ഞങ്ങളുടെ കൂട്ടത്തിൽ നമ്മുടെ നാളത്തെ പേരുകാരായി വളർന്നു വരാൻ പറ്റുന്ന നിലയിലേക്കുള്ള ഒരു എന്താ പറയുക ഒരു പരിശീലനം പ്രധാനമാണ്. ഇതില് പരിശീലനം സ്വായത്തമാക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഭാഷ നല്ലതുപോലെ വശമാക്കുക എന്ന കാര്യം പ്രധാനം. എല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്തവരാണ് ഭാഷ. ആധുനിക കാലത്ത് ആശയവിനിമയ സാധ്യതകൾ വളരെ വലുതാണ്. ഭാഷാശുദ്ധി, പ്രയോഗശുദ്ധി, തിരഞ്ഞെടുക്കുന്ന വാക്കുകളുടെ ഭംഗി എന്നിവ ഒരു കമന്ററിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. പുന്നമടയിൽ വള്ളംകളി നടക്കുമ്പോൾ കാണുന്ന ദൃശ്യഭംഗി വാക്കുകളിലൂടെ മനസ്സിലേക്ക് കൊണ്ടുവരിക എന്നതാണ് വള്ളംകളി കമന്ററിയുടെ പ്രധാന ലക്ഷ്യം. വള്ളംകളിക്ക് കൂടുതൽ പ്രചാരണം നൽകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നതെന്നും MLA കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ വർഷത്തെ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഫൈനലിനെ ആസ്പദമാക്കിയാണ് മത്സരം സംഘടിപ്പിച്ചത്. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, കോളേജ് വിഭാഗം എന്നിങ്ങനെ 3 കാറ്റഗറികളിലായിരുന്നു മത്സരം. ജില്ലാ പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ മുൻ MLA CK സദാശിവൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ KS സുമേഷ്, നെഹ്റു ട്രോഫി പബ്ലിസിറ്റി കമ്മിറ്റി അംഗങ്ങളായ അബ്ദുൽ സലാം ഡബ്ബ, K നാസർ, രമേശൻ ചെമ്മാരപ്പറമ്പിൽ, സുഭാഷ് ബാബു, PK ബൈജു, എബി തോമസ്, SD കോളേജ് മലയാള വിഭാഗം മുൻ മേധാവി ഡോക്ടർ നെടുമുടി ഹരികുമാർ, വിധികർത്താക്കളായ ചെറിയാൻ അലക്സാണ്ടർ, ഹരികുമാർ വാലേത്ത്, വിനോദ് കാരിച്ചാൽ, അസിസ്റ്റന്റ് എഡിറ്റർ TA യാസിർ, പൊതുജനങ്ങൾ, മറ്റുദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് 5-ാം വാർഡിൽ 12 ലക്ഷം രൂപ ചെലവിൽ പൂർത്തിയാക്കിയ സ്മാർട്ട് അംഗൻവാടി നാടിന് സമർപ്പിച്ചു. വടക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഹാരിസ് അധ്യക്ഷത വഹിച്ച യോഗം അമ്പലപ്പുഴ MLA സലാം ഉദ്ഘാടനം ചെയ്തു. അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് 5-ാം വാർഡിൽ 12 ലക്ഷം രൂപ ചെലവിൽ പൂർത്തിയാക്കിയ 40-ാം നമ്പർ സ്മാർട്ട് അംഗൻവാടി സലാം MLA നാടിന് സമർപ്പിച്ചു. അവർ പോയി എത്തുന്നൊരിടമാണ് അംഗൻവാടി. അതൊരു കുഞ്ഞിനെ സംബന്ധിച്ച് ആ കുഞ്ഞിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രാഥമികമായൊരു ഒരു തലമാണ്. അപ്പൊ അങ്ങനെ ചെല്ലുന്നൊരു സ്ഥലം വളരെ മനോഹരമായ ഒരു കുഞ്ഞിന്റെ മനസ്സിൽ അത് ഫീലിംഗ് ഉണ്ടാവുക എന്നുള്ളത് ഒരു കുട്ടിയുടെ സ്വഭാവത്തെയും ചിന്തയിലൊക്കെ സ്വാധീനിക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയെല്ലാം ഉള്ള കാര്യത്തിലേക്ക് മാറണം നമ്മൾ തീരുമാനിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നതിന് കാരണം അതുകൊണ്ടാണ്. മുൻപെല്ലാം ഉള്ള അംഗൻവാടിയുടെ സ്ഥിതി നമുക്കറിയാം. ഏതെങ്കിലും നല്ല മനസ്സുള്ള ആളുകൾ അവരുടെ വീടിന്റെ ഓരത്ത് കൊടുക്കുന്ന ഒരു ചായ്പായിരിക്കും ചിലപ്പോൾ അംഗൻവാടി. അല്ലെങ്കിൽ ഒരു സ്ഥലം എന്നോട് ചേർന്ന് കെട്ടിക്കോ എന്ന് പറയുമ്പോൾ അതിന്റെ ചേർന്ന് കെട്ടുന്ന ഒന്നായിരിക്കും. ആകെ ചൂടായിരിക്കും, ആകെ കുഞ്ഞുങ്ങളുടെ ഒരു മനസ്സങ്ങനെ ഒന്ന് സന്തോഷകരമാക്കാൻ കഴിയുന്നതോ അല്ലെങ്കിൽ അങ്ങനെ അവിടേക്ക് പോകണം എന്ന് കുട്ടികളുടെ മനസ്സൊന്നുകൂടി ഒന്ന് അട്രാക്ഷൻ ഉണ്ടാക്കാൻ പറ്റുന്നതോ ഒന്നുമായിട്ടുള്ളൊരു ഒരു സാഹചര്യം അന്തരീക്ഷം ഒന്നും പലപ്പോഴും കാണില്ല. പഞ്ചായത്ത് പ്രസിഡന്റ് ഹാരിസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ പ്രജിത് കാരിക്കൽ, ലേഖ മോൾ സിനിൽ, അംഗങ്ങളായ കുഞ്ഞുമോൾ സജീവ്, ആശാ സൂരജ്, അനിത സതീഷ്, സുമിത ഷിജിമോൻ, സുനിത പ്രദീപ്, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി J രാജശ്രീ, CDPO S സുജാദേവി, ICDS സൂപ്പർവൈസർ L നീതു, അംഗനവാടി അധ്യാപിക ശൈലജ, പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റുമാരായ D സതീശൻ, AP ഗുരുലാൽ, പൊതുപ്രവർത്തകൻ ഹരികുമാർ എന്നിവർ സംസാരിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷൻ V ധ്യാനസുധൻ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ പുതിയ ബ്ലഡ് സെന്ററിന്റെ പ്രവർത്തനത്തിന് തുടക്കമായി. സലാം MLA ബ്ലഡ് സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അത്യാധുനിക സൗകര്യങ്ങളോടെയാണ് സെന്ററിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സമിതിയെ നിയോഗിക്കണമെന്നതടക്കമുള്ള ആവശ്യങ്ങളുമായി ജോയിന്റ് കൗൺസിലിന്റെയും LSG എംപ്ലോയീസ് ഫെഡറേഷൻ കേരള ടൗൺ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഹരിദാസ് സിറവങ്കര ധർണയുടെ ഉദ്ഘാടനം നടത്തി. സഹകരണ പ്രസ്ഥാനങ്ങളെ തകർക്കുന്ന സമീപനമാണ് കേന്ദ്രം ഭരിക്കുന്ന മോദി സർക്കാർ സ്വീകരിക്കുന്നതെന്ന് CITU ആലപ്പുഴ ജില്ലാ സെക്രട്ടറി P ഗാനകുമാർ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സഹകാരികളും സഹകരണ ജീവനക്കാരുടെയും നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മാർച്ചിന്റെയും പ്രതിഷേധ ധർണയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നെഹ്റു ട്രോഫി വള്ളംകളിക്ക് മുന്നോടിയായി പബ്ലിസിറ്റി കമ്മിറ്റി സംഘടിപ്പിച്ച വള്ളംകളി കമന്ററി മത്സരം സലാം MLA ഉദ്ഘാടനം ചെയ്തു. വള്ളംകളിയുടെ ചരിത്രം പുതുതലമുറയ്ക്ക് പകർന്നു നൽകുന്നതിൽ കമന്ററി മത്സരത്തിനും വലിയ പങ്കുണ്ടെന്ന് MLA. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.